Hi all, welcome to Once. Mathematics for Information Science 1 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാതെ S1 K2വിന്റെ ഗ്രൂപ്പ് എ ബാച്ചിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ സബ്ജക്റ്റും ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇതിലും 4 മോഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ആ 4 മോഡ്യൂളിന്റെ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് നോക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ എന്താണ്, ആ ഡിഫറൻസിയേഷന്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ഏത് രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ലിമിറ്റ് യൂസ് ചെയ്തിട്ടാണ്, ആ ലിമിറ്റിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്, ഡിഫറൻസിയേഷന്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോയത്. ഇതെല്ലാം നമ്മൾ പ്ലസ് 2 നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലസ് 2ലും പ്ലസ് 1ലുമായിട്ട് ഡിഫറൻസിയേഷന്റെ കാര്യങ്ങൾ 2 ഇയറിലുമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 2 ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോ ഇവിടെ സ്റ്റാർട്ടിങ്ങിലും ഈ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിലും നമുക്ക് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്? അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സം വാല്യൂ, ദെൻ എന്താ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും, അല്ലെ? അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത് 0 ആവാം, നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, എന്താണെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അവിടെ നമുക്ക് കിട്ടുക ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ലിമിറ്റ്, ചില ലിമിറ്റ്സ് എക്സിസ്റ്റിംഗ് ലിമിറ്റ്സ് ആയിരിക്കാം. അതായത് നമുക്ക് കിട്ടുന്ന ഇൻറ്റിജർ വാല്യൂസ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻറ്റിജർ വാല്യൂ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ഫ്രാക്ഷണൽ വാല്യൂ ആയിക്കോട്ടെ, ഏത് വാല്യൂ നമുക്ക് കിട്ടാം. ഇനി അല്ലാതെ വരുന്ന ചില കേസുകളുണ്ട്. എന്താണ് ഈ അല്ലാതെ വരുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ? ഈ അല്ലാതെ വരുന്ന കേസുകൾ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി വരുന്ന കേസുകൾ വരാം. അതായത് നോട്ട് ഡിഫൈൻഡ് എന്ന ഫോമിലേക്ക് വരുന്ന കേസുകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സ് എന്ന് നമ്മൾ പറയും. എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ടോപ്പിക് വൈസ് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ലിമിറ്റിന്റെ കുറച്ച് ലോസ് ആണ്. എന്തൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള ലോ ആണ്. അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല ലിമിറ്റ് ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ലിമിറ്റ് ലോസിൽ പറയുന്നത്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, എക്സ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് റിയൽ ഇൻറ്റിജർ വാല്യൂലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഒന്നുകിൽ 0 ആവാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ എന്താകാം, പോസിറ്റീവ് ആകാം, ഫ്രാക്ഷണൽ വാല്യൂ ആകാം, എന്ത് വാല്യൂ ആവാം. പക്ഷെ അതെന്തായിരിക്കണം? ഒരു റിയൽ ഇൻറ്റിജർ ആയിരിക്കണം, റിയൽ വാല്യൂ ആയിരിക്കണം. അപ്പോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എന്താ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ, ഏതോ ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, പ്ലസ് അതിന്റെ കൂടെ തന്നെ വേറൊരു ഫംഗ്ഷൻ വന്നിരിക്കുകയാണ് ജി ഓഫ് എക്സ്. ഇങ്ങനെ വന്നാൽ അതായത് എന്ത് സംഭവിക്കുന്നു? ഒന്നുകിൽ ആഡ് ചെയ്യുന്നു, സെയിം രീതിയിൽ നമുക്ക് സബ്ട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ മിഡിലെ നെഗറ്റീവ് സൈൻ ആണ് വരുന്നത് എങ്കിൽ പോലും എങ്ങനെ വന്നാലും, ഏത് രീതിയിൽ വന്നാലും നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത്, രണ്ടിനും സെപ്പറേറ്റ് എന്ത് ചെയ്യും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അതായത് എങ്ങനെയാണ് വരിക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. അത്രേ ഉള്ളൂ. അതായത് മിഡിലുള്ള സൈൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലസോ അല്ലെങ്കിൽ മൈനസോ ആയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തു പോയാൽ മതി. ഏത് രീതിയിൽ? മിഡിലെ അതേ സൈൻ നമ്മൾ കൊടുത്താൽ മതി, പ്ലസ് ഓർ മൈനസ് എന്ന രീതിയിൽ കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് വന്നാലും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വന്നാൽ എന്താ? അതും ഇതേപോലെ തന്നെയാണ്. സെപ്പറേറ്റ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇനി ഇതേ രീതിയിൽ ഡിവിഷൻ വന്നാലും സെയിം പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ പവർ വന്നാലോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ദ ഹോൾ പവർ എൻ, ഏതെങ്കിലും ഒരു നമ്പർ, n നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആകാം, എന്ത് വേണമെങ്കിലും ആവാം.
അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും എവിടെ എക്സിന്റെ വാല്യൂ ഉണ്ടോ, എവിടെയാണോ നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ ലൊക്കേഷനിൽ മാത്രം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? എ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിനനുസരിച്ച് ഫംഗ്ഷന് ഒരു സ്പെസിഫൈഡ് കോൺസ്റ്റന്റ് ഫിക്സഡ് വാല്യൂ നമുക്ക് കിട്ടും. ഒരൊറ്റ സ്പെസിഫൈഡ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? എ എന്ന് കൊടുത്താൽ മതി. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഹോൾ റൈസ് ടു എൻ. അവിടെ എനിക്കൊരു വാല്യൂ ആണല്ലോ കിട്ടുന്നത്, ആ വാല്യൂ റൈസ് ടു എൻ. ഇതിപ്പോ ഏത് ഓപ്പറേഷൻസ് മാത്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓപ്പറേഷൻസ്, റൈസ് ടു സ്ക്വയർ, റൈസ് ടു ക്യൂബ്, റൈസ് ടു 3/2, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, അപ്പൊ എല്ലാ കേസുകളിലും നമുക്ക് ചെയ്യേണ്ടത് എക്സിന്റെ സ്പേസ് എന്താണോ, എക്സിന്റെ ലൊക്കേഷൻ എന്താണോ, ആ ലൊക്കേഷനിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഈ പറയുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്താണോ വാല്യൂ പറഞ്ഞിരിക്കുന്നത്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി അതിന്റെ റൈസ് ടു എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് ലിമിറ്റ് ലോസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ മാത്രമല്ല കുറെ ലിമിറ്റ് ലോസ് ഉണ്ട്. ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ലിമിറ്റ് ലോസ് ഇത്രയുമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ബേസിക് കൺസെപ്റ്റ് ആണ്, വേറെ കൂടുതൽ കാര്യങ്ങൾ. ഇപ്പോൾ ഡിവിഷൻ വന്നാലും ഇതേ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, ഹൗ ഡസ് ദ ഫംഗ്ഷൻ ബിഹേവ്സ് വെൻ എക്സ് ഈക്വൽ ടു 1? എക്സ് 1 ആകുന്ന സമയത്ത് ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സ്പെസിഫൈഡ് ഫംഗ്ഷൻ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ആ സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ആ സ്പെസിഫൈഡ് ടൈമിൽ, ആ സ്പെസിഫൈഡ് പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് നോക്കാം. അതായത് എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, ഇതാണ് കാണേണ്ടത്. അത്രേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്താ എഫ് ഓഫ് എക്സ് എന്താ? ദിസ് വൺ ഈസ് ദ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 അല്ലെ? നമുക്ക് എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്? എക്സിന്റെ സ്ഥാനത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്താണോ വാല്യൂ പറഞ്ഞിരിക്കുന്നത്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രയും ചെയ്താൽ മതി അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സിന്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 1 സ്ക്വയർ മൈനസ് 1, 1 സ്ക്വയർ മൈനസ് 1 എന്താ? 1 സ്ക്വയർ 1 ആണ്. 1 മൈനസ് 1 0 ആണ്. ആൾസോ 0/0 എന്ന് തന്നെ കിട്ടും. കാരണം ശരിയല്ലേ, 1 മൈനസ് 1 അതും എന്തായി മാറി? 0 ആയി മാറി. ഇതൊരു ഡിഫൈൻഡ് ഫോം ആണോ? അല്ല. 0/0 എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. നമുക്ക് ഇതിന്റെ എക്സാക്ട് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സാക്ട് വാല്യൂ എക്സിസ്റ്റിംഗ് അല്ല. എക്സാക്ട് വാല്യൂ മാത്സിൽ എക്സിസ്റ്റിംഗ് അല്ല. ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് എന്തല്ല? എക്സിസ്റ്റിംഗ് അല്ല. അപ്പൊ ഇതിനെ എക്സിസ്റ്റിംഗ് വാല്യൂയിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് കൂടെ നമ്മളിത് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ് സ്ക്വയർ മൈനസ് 1നെ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുകയാണ്. എന്താണ് ഈ എക്സ് സ്ക്വയർ മൈനസ് 1? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ പഠിക്കുന്ന ഐഡന്റിറ്റിയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എന്താ? എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് എനിക്ക് എന്തായിരിക്കും കിട്ടുക? എക്സ് പ്ലസ് 1 ഇൻറ്റു എന്താ വരുന്നത്? എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ബാലൻസ് ഉള്ളത് ഡിനോമിനേറ്ററിലുള്ളത് എന്താ? എക്സ് മൈനസ് 1 ആണ്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1ഉം കട്ടായി പോയില്ലേ? ബാക്കി എന്താ സംഭവിക്കുന്നത്? ഏത് മാത്രമേ ഉള്ളൂ? എക്സ് പ്ലസ് 1 മാത്രമേ ഉള്ളൂ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ത് വരും? എക്സ് പ്ലസ് 1. അതായത് ഇനി എന്ത് ചെയ്താൽ മതി? എക്സിന്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 + 1 എന്ത് കിട്ടും? 2. അപ്പോ നമുക്ക് ആദ്യം കിട്ടിയത് എന്തായിരുന്നു? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിരുന്നു. പക്ഷെ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന രീതിയിൽ നമ്മളത് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പ്രോപ്പർ ആൻസർ ആണോ? അല്ല. പക്ഷെ അതിനെ ഒരു ഡിറ്റർമിനേറ്റ് ഫോം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആൻസർ കിട്ടുന്ന രീതിയിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കണം, അല്ലെങ്കിൽ ചെയ്തു നോക്കണം. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ രീതിയിൽ അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് കിട്ടിയത് പ്രോപ്പർ ആൻസർ ആയ 2 എന്ന് കിട്ടിയത്. ഓക്കെ അല്ലേ? സോ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൺസെപ്റ്റുകളെല്ലാം നമുക്ക് ക്ലിയർ ആവുന്നതാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 സ്ക്വയർ റൂട്ട് ഓഫ് 4x² - 3.
ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. എക്സിന് സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? -2 കൊടുക്കുക. -2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? -2ന്റെ സ്ക്വയർ ആയി മാറും. -2ന്റെ സ്ക്വയർ എന്താണ്? +4 അല്ലേ? +4 അല്ലേ -2ന്റെ സ്ക്വയർ? ആ സമയത്ത് 4 × 4 എത്ര വരും? 16. 16 -3 കറക്റ്റ് അല്ലേ? അതായത് എക്സിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? -2 കൊടുത്താൽ മതി. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? -2ന്റെ സ്ക്വയർ ആയി മാറും. -2ന്റെ സ്ക്വയർ എന്താണ്? 4 അല്ലേ? 4 × 4 16. 16 - 3 എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും ആൻസർ? √13. സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ അല്ലേ? ഒരു പ്രോപ്പർ വാല്യൂ ഉണ്ടല്ലോ. √13 എന്ന് പറയുന്നത് എക്സാക്ട് ഒരു വാല്യൂ ഉണ്ട്. ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് റെഡ്യൂസിബിൾ ഫോമിലേക്ക് കൊണ്ടുവരുന്ന കേസും ഉണ്ട്, അങ്ങനെ കൊണ്ടുവരാണ്ട് ആവശ്യം വരാത്ത കേസുകളും നമുക്ക് ഉണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x² + x - 2 ഡിവൈഡഡ് ബൈ x² - x. ഇവിടെയും പഴയ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യുന്നു? എക്സിന് ഞാൻ 1 കൊടുക്കുന്നു. എക്സിന് 1 കൊടുക്കുമ്പോൾ 1² + 1 - 2 ഡിവൈഡഡ് ബൈ 1 - 1, അതായത് 1² - 1. ശരിയല്ലേ? എക്സിന് ഡയറക്റ്റ് ആയിട്ട് 1 ചെയ്തു, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1² + 1 - 2 ഡിവൈഡഡ് ബൈ 1² - 1. സോ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്തായി മാറും? 0. ഡിനോമിനേറ്റർ എന്തായി മാറും? അതും ആൾസോ എന്താ? 0. കാരണം എന്താ? 1 + 1 2 ആണ്. 2 - 2 0. ഇവിടെ 1 - 1 0 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ 0/0 എന്ന് നമുക്ക് ഇവിടെയും കിട്ടി. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, അല്ലെങ്കിൽ അൺഡിറ്റർമിനന്റ് ഫോം ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റർമിനേറ്റ് ഫോം അല്ലെങ്കിൽ പ്രോപ്പർ ആൻസർ കിട്ടുന്ന ഫോമിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കുകയാണ്, ട്രൈ ചെയ്ത് നോക്കുകയാണ്. നോക്കാം. ന്യൂമറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ശരിയല്ലേ? അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടറൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ നോക്കുന്നത്? x + a × x + b. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്താണ് x + a × x + b എന്ന് പറഞ്ഞാൽ x² + a + b × x + ab അല്ലെ? x² + a + b × x + ab. അതേ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് നോക്കേണ്ടത് ഇതിനെ എങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഇത് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? രണ്ട് നമ്പേഴ്സിനെ ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും, സച്ച് as a and b. a എന്നും b എന്നും രണ്ട് നമ്പേഴ്സിനെ ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും, സച്ച് ദാറ്റ് അതേ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടണം? ലാസ്റ്റ് വാല്യൂ, അതായത് -2 കിട്ടണം. അതേ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ കിട്ടേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ +1 കിട്ടണം. അതായത് രണ്ട് നമ്പേഴ്സ് ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു, ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടേണ്ടത്? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? -2. അതേപോലെ തന്നെ ആ രണ്ട് നമ്പേഴ്സ്, സെയിം രണ്ട് നമ്പേഴ്സിന്റെ തന്നെ സം എടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 1 ആണ് കിട്ടേണ്ടത്. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് എക്സിസ്റ്റിംഗ് ആണോ എന്ന് നോക്കാം. അങ്ങനെ എക്സിസ്റ്റിംഗ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് x ടെൻഡ്സ് ടു 1. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? x +2 × x - 1. ശരിയല്ലേ? പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് -2 എന്ന് കിട്ടും. സം എടുക്കുമ്പോഴോ +2 - 1 +1 അല്ലേ? ഡിവൈഡഡ് ബൈ ഇവിടെയും ഡിനോമിനേറ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടേം ആണ്. അതിനെ എനിക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ മതി? x കോമൺ ആയിട്ട് എടുത്താൽ പോരെ ഡിനോമിനേറ്ററിന്. x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? x - 1. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഒരു x - 1 ഉണ്ട്, ന്യൂമറേറ്ററിൽ ഒരു x - 1 ഉണ്ട്. എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? x + 2 ഡിവൈഡഡ് ബൈ x. ലിമിറ്റ് x + 2 ഡിവൈഡഡ് ബൈ x. ഓക്കെ അല്ലേ? നൗ ഇനി എന്ത് ചെയ്യുക? എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 + 2 എന്താവും? 4 ആകും. 4 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 4 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഒരു ഫൈനൈറ്റ് ആൻസർ നമുക്ക് കിട്ടിയില്ലേ? അപ്പോ ഇൻഡിറ്റർമിനേറ്റ് ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഫൈനൈറ്റ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഫിക്സഡ് വാല്യൂലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. മിക്കവാറും കേസുകളിൽ നമുക്ക് എന്താ പറയുക, ആൽജിബ്രൈക് ഐഡന്റിറ്റീസ്
ആൾജിബ്രയുടെ കുറെ ഐഡന്റിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന a+b² a-b² a²-b² എന്ന് പറഞ്ഞാൽ a+b × a-b ആണ്. അങ്ങനെയുള്ള കുറെ ഐഡന്റിറ്റീസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള സിംപ്ലിഫിക്കേഷൻസ് നമുക്ക് ഫർദർ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്ലാസിന്റെ, അതായത് S1 K2 എല്ലാ സബ്ജക്ട്സിന്റെയും, മാത്സ് ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ്സുകൾ നിങ്ങളുടെ വൺസ് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കോഴ്സ് ത്രൂ ഔട്ട്, ഈ സെമസ്റ്റർ മാത്രമല്ല വരും സെമസ്റ്ററുകളിലുള്ള കോഴ്സുകളുടെ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്ട്സും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഞങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ടോപ്പിക്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.